നയപ്രഖ്യാപന പ്രസംഗത്തിന് സഭ ചേർന്നപ്പോഴുള്ള രണ്ട് ദൃശ്യങ്ങൾ, ആ രണ്ട് ദൃശ്യങ്ങൾ മാത്രം മതി LDF എന്താണ്, UDF എന്താണ് എന്നറിയാൻ. LDFും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ്, UDFും BJPയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നറിയാൻ. UDFും BJPയും തമ്മിൽ കൃത്യമായ അന്തർധാരയുണ്ട് എന്ന് മാത്രമല്ല, BJPയുടെ രാഷ്ട്രീയ അജണ്ടയാണ് കേരളത്തിൽ ഭാവിയിൽ നടപ്പാക്കാൻ പോകുന്നത് UDF സർക്കാർ എന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആദ്യമായിട്ടല്ല സഭയിലെത്തുന്നതും നയപ്രഖ്യാപന പ്രസംഗം വായിക്കുന്നതും. അന്ന് പക്ഷേ വന്ദേ മാതരം ഉണ്ടായിരുന്നില്ല. കാണാം നമുക്ക് ആ ദൃശ്യങ്ങൾ. ഇന്ന് വന്ദേ മാതരമുണ്ട്. സഭയിൽ മാത്രമല്ല, സത്യപ്രതിജ്ഞാവേളയിൽ മുഴുവനും ചൊല്ലി വന്ദേ മാതരത്തിൻ്റെ ഈരടികൾ. പക്ഷേ സഭയിൽ എല്ലാ ഈരടികളും ചൊല്ലിയില്ല എന്ന് വേണമെങ്കിൽ പറയാം കോൺഗ്രസ് നേതാക്കൾക്ക്. പക്ഷേ സഭയിലുമെത്തി വന്ദേ മാതരം എന്നത് ഓർക്കണം. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം സഭയിൽ വന്ദേ മാതരം ചൊല്ലുന്നത് എന്നത് ചെറിയ കാര്യമല്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴുണ്ടായ ആ വലിയ മാറ്റം. അതിന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ട് എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം മാൻഡേറ്ററി അല്ല, അത് അഡ്വൈസറി മാത്രമാണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വെച്ച് നിലപാട് പറയാമായിരുന്നു സംസ്ഥാന സർക്കാരിന്. പക്ഷേ സംസ്ഥാന സർക്കാരും സഞ്ചരിക്കുന്നത് BJPയുടെ വഴിയിലൂടെയാണ് എന്നതുകൊണ്ട് ഇതിൽ പരം ഒന്നും UDF സർക്കാരിൽ നിന്ന്, VD സതീശൻ സർക്കാരിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കും എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്ന VD സതീശൻ സർക്കാരിന്റെ നിലപാട് BJPക്കൊപ്പമാണ് എന്ന് വിളിച്ചു പറയുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗവേളയിൽ സഭയിൽ നടന്ന സംഭവങ്ങൾ.